ഹല്ലേലൂയ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. 9-ാമത്തെ വാക്യം. ജെറമിയ പ്രവാചകന് ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന ഒരു സമയമാണ്. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. നിക്ഷേപിക്കുക എന്നൊരു വാക്ക്, പണം നിക്ഷേപിക്കുന്നു ബാങ്കിൽ എന്ന് പറയുന്ന പോലെ എൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഓരോ ദിവസവും ഇതേ പ്രവൃത്തി ദൈവം ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദിവസത്തേക്കും വേണ്ട വചനങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയിൽ ദൈവം നിക്ഷേപിക്കുന്ന സമയമാണിത്. ദൈവം തൻ്റെ വചനത്തെ നിക്ഷേപിച്ചു, വചനത്തെ കൊടുത്തു, വചനത്തെ ആ വ്യക്തിയിൽ നിക്ഷേപിച്ചു. ഞാനിങ്ങനെ ആ അധ്യായം മുഴുവൻ വായിച്ചു. ജെറമിയ പ്രവാചകൻ്റെ നാവിൽ ദൈവം തൊട്ട് ആ വചനങ്ങളെ നിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്ര മനോഹരമാണെന്നറിയാമോ? എത്ര ഗംഭീരമാണെന്നറിയാമോ? അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഉത്തരം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം അതിൻ്റെ ഒരു റിസൾട്ടാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഒരാൾക്ക് ദൈവവചനം കിട്ടുന്നത്, ദൈവവചനം സ്വീകരിക്കുന്നത് എത്രമേൽ അനുഗ്രഹ കാരണമായിട്ടാണ് മാറുന്നതെന്ന് മനസ്സിലായോ? 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം കിട്ടിയ ജെറമിയായോട് പറയുന്ന വാക്കാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും. പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം, പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാം, വെല്ലുവിളികൾ ഉണ്ടായെന്ന് വരാം, ഒറ്റപ്പെടലുകൾ ഉണ്ടായെന്ന് വരാം, പലതും യുദ്ധം ചെയ്യുന്ന പോലെ ചീറിപ്പാഞ്ഞു വരാം. വഴക്കുകളും പ്രതിസന്ധികളും വിചാരിക്കാത്ത വിധത്തിലും വിചാരിക്കാത്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെ യുദ്ധം ചെയ്യാൻ ശത്രു സൈന്യം വരുന്നത് പോലെ യുദ്ധം ചെയ്യാൻ വരുമായിരിക്കാം. സർവ്വസന്നാഹങ്ങളോടെ വരുമായിരിക്കാം പ്രതിസന്ധി. പക്ഷേ അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷേ വിജയിക്കില്ല. കാരണം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സംരക്ഷണം ഉള്ള ഒരു വ്യക്തിയെ ശത്രുവിന് തോൽപ്പിക്കാൻ കഴിയില്ല. അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തോക്കുമെന്നാണ്. ശത്രു തോറ്റുപോകും.